സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. KSU, SFI, ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. RYFും പ്രതിഷേധിച്ചു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിലാണ് ശക്തമായ പ്രതിഷേധമുയർന്നത്. KSU, ABVP, SFI സംഘടനകൾ സ്കൂളിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി. BJP പ്രവർത്തകരും സംഭവത്തിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായി നടപടി വേണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ 80 വിദ്യാർത്ഥിയാണ്. അന്നത്തെ ഞാൻ ആ പഠിച്ച കാലഘട്ടത്തിൽ ആ സ്കൂൾ അതേപോലെ എനിക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിന്റെ മതിലിന്റെ മുകളിൽ കൂടി അല്ലെങ്കിൽ സ്കൂൾ ബിൽഡിംഗിന്റെ മുകളിൽ കൂടി ഒരു കാരണവശാലും ട്രെയിൻ മരിക്കാൻ പറ്റില്ലെന്നാണ് ഇവര് കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ സ്കൂളിന്റെ യാതൊരു സുരക്ഷയും ഇവർക്കില്ല. ഇവർക്ക് എങ്ങനെയും പണം വാങ്ങിക്കുക, ഇവിടെ ഫീസ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി യാതൊരു പ്രവർത്തനം ചെയ്യാത്ത ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന്റെ കേസെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേസെടുക്കണം, അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള സമരം BJP അങ്ങനെ പരാതി കൊടുക്കണം. ഇതിനകത്ത് ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പരാതിയുണ്ട്. ഇതിന് സമൂഹത്തെ പോലീസ് കേസെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ആരുടെ പരാതിയുടെ ആവശ്യമില്ല. ഇത് ഇവിടുത്തെ ഒരു കുഞ്ഞിന്റെ മനഃപൂർവ്വമല്ലാതെ നരകത്തിക്കായിരിക്കും ചിലപ്പോൾ കേസിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ചർച്ചയിലൊക്കെ പറയുന്നത് കേട്ടു. ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ കൊലപാതക കുറ്റം തന്നെ ചുമത്തി ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം. അത് ഞങ്ങൾക്ക് ഇവിടുത്തെ ST ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടി തന്നാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചു. RYF ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായാണ് സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ചത്. KSEBിയുടെയും സ്കൂൾ അധികൃതരുടെയും അനാസ്ഥയാണ് വിദ്യാർത്ഥിയുടെ മരണകാരണമെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.